ഏസറിൻ്റെ Acer 110 എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാബ്ലറ്റ് 18,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Acer 110 എന്ന ടാബിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ ആദ്യം എടുത്തു വരേണ്ട ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാബിൽ അങ്ങനെ എടുത്തു വരേണ്ട ഫീച്ചേഴ്സ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 10.1 ഇഞ്ചിൻ്റെ wuxga+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. IPS LCD പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. AMOLED ഡിസ്പ്ലേ ഒന്നും വരുന്നില്ല. പക്ഷേ ടാബുകളുടെ കാര്യത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് ഓക്കെയാണ്. റെസൊല്യൂഷൻ വരുന്നത് 1920x1200 ആണ്. പിന്നെ കൂടിയ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റേ വരുന്നുള്ളൂ. കൂടിയ റിഫ്രഷ് റേറ്റും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. എന്നാലും അത് വലിയൊരു കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നില്ല. ടാബിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 350 nits ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ടാബിൽ വരുന്നുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ചില ടാബുകളിൽ കൂടിയ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഈ ഒരു ടാബിൻ്റെ വെയിറ്റ് വരുന്നത് 449 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 7.6 mm ആണ്. ഈ ഒരു ടാബിൻ്റെ ഗ്രേ കളർ വേരിയൻ്റ് ആണ് ഇപ്പം അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇനി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 13 മെഗാപിക്സലിലെ മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ വരുന്നത്. ഇത് സോണിയുടെ സെൻസറാണ്. പിന്നെ രണ്ടാമത് വേറൊരു സെൻസറും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 5 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 7100 mAh ബാറ്ററി ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടാബിൽ 4 GB റാമും 64 GB ഇൻറ്റേർണലാണ് വരുന്നത്. 6 GB റാമും 128 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. 4G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഈ ടാബിൽ വരുന്നുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. ജസ്റ്റ് വൈഫൈ മാത്രമല്ല സിമ്മും ഇടാൻ പറ്റും. LPDDR4ൻ്റെ റാമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 4Xൻ്റെ റാം കൊടുക്കായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ടാബിൽ വരുന്നുണ്ട്. 1 TB വരെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് തരക്കേടില്ലാത്ത ഫീച്ചേഴ്സിൻ്റെ ലിസ്റ്റിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ചൊക്കെ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് Android 12 ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ഈ ഒരു ടൈമിലൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ Android 13 ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ Android 12 ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ ക്വാഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സേ വരുന്നുള്ളൂ. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നില്ല. അതും കുറച്ച് നിരാശപ്പെടുത്തി എന്ന് പറയേണ്ടി വരും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അറ്റ്ലീസ്റ്റ് 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടെങ്കിലും കൊടുക്കായിരുന്നു. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ mediatekൻ്റെ MT8768 എന്ന പ്രോസസ്സർ ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. ഇത് അത്ര പവർഫുൾ ആയിട്ടുള്ള പ്രോസസ്സറാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ടാബുകളൊക്കെ വരുന്നുണ്ട്. അപ്പം പ്രോസസ്സറും കുറച്ച് നിരാശപ്പെടുത്തി എന്നൊക്കെ തന്നെ പറയേണ്ടി വരും. അപ്പം അതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 4 GB റാം വെർഷൻ്റെ വില വരുന്നത് 17,990 രൂപയാണ്. അതുപോലെ തന്നെ 6 GB റാം വെർഷൻ്റെ വില വരുന്നത് 19,990 രൂപയാണ്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ടാബ് അത്ര മികച്ച ടാബാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. അതിന് മാത്രം മികച്ചൊരു പ്രോസസ്സറൊന്നും ഇതിൽ വരുന്നില്ല. അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നില്ല. ക്വാഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല. ബാക്കി ഫീച്ചേഴ്സ് വളരെ മികച്ചത് എന്നും പറയാൻ പറ്റില്ല. ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര മികച്ചൊരു ടാബായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ടാബുകൾ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ വേറെ അവൈലബിൾ ആണ്. കുറച്ചും കൂടി കൂടിയൊരു പ്രൈസ് റേഞ്ചിൽ റിയൽമിയുടെ പാഡ് X എന്ന ടാബ്ലറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ റെഡ്മിയുടെ പാഡും അതുപോലെ തന്നെ റിയൽമിയുടെ വേറെ ടാബ്ലറ്റുകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നോക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഈ ഒരു ടാബ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചൊരു ടാബായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.